ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു തോട്ട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മിക്ക ആളുകളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തു അല്ലെന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വർഷങ്ങളായിട്ട് അവരെ സഹിക്കുകയും അല്ലെങ്കിൽ ആ ഒരു വസ്തു ഇഷ്ടപ്പെടാതെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് നാൾ നമ്മളത് സഹിച്ച് മതിയാക്കി ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ചിലപ്പോൾ അത് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലായിരിക്കുള്ളൂ നമ്മളത് ഒഴിവാക്കുന്നത്. ഒഴിവാക്കരുതാത്ത ചില കാര്യങ്ങളായിരിക്കുള്ളൂ നമ്മൾക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഒഴിവാക്കി കുറച്ച് ദിവസത്തേക്ക് വളരെ സന്തോഷമായിരിക്കും നമുക്ക്. അത് ഒഴിവായി കിട്ടി, തലേന്ന് പോയി, ഇപ്പം സമാധാനമായി, നമ്മളുടെ ലൈഫ് ഇപ്പോൾ സന്തോഷത്തിലേക്കായി, വളരെ സന്തോഷമായിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോകും, അല്ലേ? പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ അനുഭവിച്ചിരുന്നതിൻ്റെ 10 മടങ്ങ് ശക്തിയായിട്ടായിരിക്കുള്ളൂ മറ്റൊരു കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാറുള്ളത്. അല്ലാതെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളോ കാണുന്ന കാര്യങ്ങളോ അത് പറയാറുണ്ട്, എങ്കിലും കൂടുതലും ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സാധാരണ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തൊഴിവാക്കുന്നു അതിൻ്റെ 10 മടങ്ങ് ശക്തിയായിട്ട് അതിനേലും ഭീകരമായൊരു സംഭവം നമ്മളെ പിടികൂടിയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ഇതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ക്ഷമയില്ലാതെ നമ്മളതിനെ ഉൾക്കൊള്ളാൻ ആ ഒരു പക്വത കാണിക്കാതെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കുന്നില്ല എന്ന് നമ്മൾ അതിനെതിരെ നമ്മൾ സംസാരിച്ചെന്ന് വിചാരിച്ചോ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് വരില്ലേ, ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ റിട്ടയർമെൻറ്റ്, അങ്ങനെ പറയാം, റിട്ടയർമെൻറ്റൊക്കെ ആയി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ റിട്ടയേർഡായി എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം വരും. മറ്റുള്ള കൂടെയുള്ളവരെല്ലാവരും പല പല കാര്യങ്ങളിലേക്ക് പോയി നമ്മളെ കൊണ്ട് അവർക്ക് ഒരു ആവശ്യമില്ലാത്തൊരു സമയത്തിലേക്ക് നമ്മൾ എത്തപ്പെടും. ആ ഒരു സമയത്താണ് നമ്മളുടെ മനസാക്ഷി, നേരത്തെ നമ്മൾ ചെയ്തു പോയ മനസാക്ഷിക്ക് നിരക്കാത്ത പല കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും പിടിവലി നടത്തുന്നത്. നമ്മളുടെ മനസ്സിൽ നമ്മളുമായിട്ട് ആ ഒരു മനസാക്ഷി പിടിവലി നടത്തും. നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെയുള്ള പല കാര്യങ്ങളും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിന് യാതൊരു കുറ്റബോധം ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനെക്കുറിച്ച് ആ ഒരു അനുഭവത്തിൽ, നമ്മളിൽ നിന്നുണ്ടായ അനുഭവത്തിൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും. അത് നമ്മൾ ചിന്തിക്കുക പോലില്ല. കാരണം നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞ് അത് തീർത്ത് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ഓടി നടക്കും, വർഷങ്ങളോളം നമ്മൾ ഓടി നടക്കും. പക്ഷേ നമ്മുടെ ആരോഗ്യമൊക്കെ നശിച്ച് പറഞ്ഞ പോലെ ആർക്കും നമ്മളെ വേണ്ടാത്ത എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് പോയി നമ്മൾ അവിടെ അധികപ്പറ്റായിട്ടുള്ള ഒരു സമയം നമ്മൾ വരും. ആ സമയത്താണ് നമ്മളിതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആരോടും എതിർത്ത് നിൽക്കുകയും, അതായത് അടിച്ചു നിൽക്കുക എന്ന് പറയില്ലേ, പോയി പണി നോക്ക്, ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അത്രയും മതി, നിങ്ങളുടെ സഹായം വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. മനുഷ്യരായ പലരോടും നമ്മൾക്ക് എതിർത്ത് സംസാരിക്കാം, അവരെ തോൽപ്പിച്ച്, സംസാരത്തിലൂടെ തോൽപ്പിച്ച് അല്ലെങ്കിൽ അടിച്ച് തോൽപ്പിച്ച് എന്ത് വേണമെങ്കിലും ചെയ്ത് ചിലപ്പോൾ നമ്മൾ ജയിക്കും. പക്ഷേ അല്ലേ, നമ്മൾ തോക്കുന്നൊരു സ്ഥലമാണ് നമ്മളുടെ മനസാക്ഷി എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് സ്വയമുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ 2 സംഭവം ഇരുന്നിട്ട് നമ്മളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണേ, എങ്കിലും അത് ചെയ്തില്ലേ, ചെയ്യരുതായിരുന്നു, തെറ്റായിപ്പോയി. ആ ഒരു മനസാക്ഷി ചോദിക്കുന്നതിന് നമ്മൾ എത്ര ധീരന്മാരാണ്, വീരന്മാരാണ്, ശക്തരാണ്, ദേഷ്യക്കാരനാണ്, എന്ത് ഗുണ്ടയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
അവൻ്റെ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ അവൻ തോറ്റ് തുന്നം പാടിയിരിക്കും. ഉറപ്പുള്ള കാര്യമാണിത്. നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെ മറ്റൊരാൾ തോൽക്കാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ നിന്ന് പറന്നുയരും, ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷെ നമ്മളുടെ മനസാക്ഷിയില്ലേ നമ്മളെ ചവിട്ടി താത്തി ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ചിന്തകൾ മാറി നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാം. അതുമല്ലെന്നുണ്ടെങ്കിൽ മാറാ രോഗങ്ങൾ നമുക്ക് പിടിപെടാം. ഭ്രാന്തമായ ആ ഒരു രീതിയിൽ നമ്മൾ എന്തൊക്കെയോ ഒരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞെന്നിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ മനസാക്ഷി നമ്മളെ കൊണ്ടുപോയിട്ട് എത്തിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റാത്തവർ ആരുമില്ല. പറ്റിയ തെറ്റ് പോട്ടെ, അത് പോയി. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകുക. മിണ്ടാതിരിക്കാം, കുഴപ്പമില്ല, കാരണം വാക്കുകൾ പ്രയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ വാക്കുകൾ പ്രയോഗിച്ച് പോയാൽ അത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് ആരെ നമ്മൾ തോൽപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ തോൽപ്പിക്കാൻ നമ്മൾ മാത്രം മതി. നമ്മളുടെ മനസ്സ് നമ്മളെ തോൽപ്പിക്കും. മനസാക്ഷി ആ കോടതിയുടെ മുന്നിൽ നമ്മൾ തോറ്റ് തുന്നമ്പാടും. ജീവിതം അതോടുകൂടി ആകെ ഇരുളിലേക്ക് പോകും. നമ്മൾ ചിലപ്പോൾ ഭ്രാന്തന്മാരാകാം. ഏതൊരു രീതിയിലേക്കാണ്. ആ നോട്ട്ബുക്ക് സിനിമയില്ലേ, നോട്ട്ബുക്ക് സിനിമ കണ്ടിട്ടില്ലേ പണ്ടത്തെ? ആ 3 പെൺപിള്ളേർ ചെന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു കേസ് വരുമല്ലോ. അപ്പോൾ ആ 2 കുട്ടികൾ, റോമയും ആ മറ്റേ കുട്ടി, റോമയുടെ കൂടെയുള്ള കുട്ടി, 2 കുട്ടികളും കൂടി ആ പെൺകുട്ടീനെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു കുട്ടി അതിനകത്തുനിന്ന് എസ്കേപ്പായി പോകുന്നുണ്ട്, ഞാൻ പോയില്ല ഇവരുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ട് മറ്റവരുടെ മുന്നിലും സ്കൂളിൻ്റെ മുന്നിലും ഒക്കെ ഈ കുട്ടി തെറ്റുകാരിയല്ല. ഈ കുട്ടിയുടെ പാരൻസിൻ്റെ മുമ്പിലാണെങ്കിൽ ഈ കുട്ടി തെറ്റുകാരിയല്ല, സ്കൂളിൻ്റെ മുമ്പിൽ ഈ കുട്ടി തെറ്റുകാരിയല്ല. കാരണം പേര് എഴുതിയേക്കുന്നത് റോമയാണ്. റോമയുടെ പേരിലാണ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. മറ്റേ കുട്ടി പുറത്തായിരുന്നത്, അത് വന്നെന്ന് പോലും ആരും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ കുട്ടി രക്ഷപ്പെട്ട്, ബുദ്ധിമതിയാണ്, അവൾ രക്ഷപ്പെട്ടില്ല. അതൊക്കെ തന്നെയാണ് ഞാൻ പറയൂലേ, ഓരോ സിനിമ എന്ത് കണ്ടു കഴിഞ്ഞാലും അതിലൊരു ലെസൺ ഉണ്ട്, അതിലൊരു മെസ്സേജ് ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ. അതാണ് എന്തൊരു കാര്യത്തിലുണ്ട്, അത് തള്ളിക്കളയരുത് കണ്ടിട്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കുട്ടി അവസാനം എന്താ സംഭവിക്കുന്നത്, ആ കുട്ടിക്ക് മെൻ്റലി കംപ്ലൈൻ്റ് ആയിട്ട് അത് അസംബ്ലിയുടെ ഇടയിൽ മുടിയൊക്കെ ഇട്ടിങ്ങനെ ആട്ടണ ആ ഒരു സീൻ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജീവിതം തകരാറിലായില്ലേ. നേരെ മറിച്ച് സത്യസന്ധമായി ആത്മാർത്ഥമായി ഓരോ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പം മനസ്സിൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് വരുമ്പോഴത്തേക്കാണ് നമ്മളുടെ മനസാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിലാണ് കുട്ടി പതറിപ്പോയേക്കുന്നത്. ആ കുട്ടി രോഗിയായി മാറി. എത്രയോ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് ആ സിനിമയുടെ അവസാനം കാണിക്കുന്നത്. റോമക്ക് വല്ലതും സംഭവിച്ചാൽ റോമ തൽക്കാലം എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരിയായി, പക്ഷേ അവിടെ വെച്ച് തീർന്ന്, അവളുടെ മനസ്സ് ശുദ്ധമാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ മനസാക്ഷിനെ ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയില്ലേ, എന്താ ചെയ്യാനുള്ളത്, നമ്മുടെ മനസാക്ഷി പറയുന്നതാണ് ചെയ്യാനുള്ളത്. ചെയ്യരുത്, വേണ്ട, വിട്ടുകളഞ്ഞേക്കെന്ന് പറഞ്ഞാൽ വിട്ട് കളയണം, പിന്നെയും കണ്ണും പൂട്ടിയിട്ട് അത് ചെയ്യരുത്. അപ്പോൾ അതാണ് ഒരു സമയമുണ്ട്, എല്ലാവർക്കും ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ആർക്കും നമ്മളെ വേണ്ടാത്തൊരു സമയം എല്ലാവർക്കും വരും. ആ സമയത്ത് ഇതെല്ലാം കൂടി നമ്മളെ വല്ലാതെ ആക്രമിക്കും, നമ്മളുടെ മനസാക്ഷി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിന്താശകലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, മുന്നോട്ടത് ആവർത്തിക്കാതിരിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ അയ്യോ കഴിഞ്ഞു പോയി, നമുക്ക് ചിലപ്പോൾ അറിവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ എല്ലാവർക്കും പറ്റും. ആരും നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരല്ല. അപ്പോൾ ഇനി അത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ റുട്ടീൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത്തിരി ചെറുപയർ ഉലത്തി ഞാൻ വെച്ചിട്ടുണ്ട് രാവിലെ. ബാക്കി വന്ന തലേദിവസത്തെ ചപ്പാത്തി ഉണ്ട്. 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇനി കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവരിന്ന് ലേറ്റായിട്ട് എഴുന്നേക്കണമെന്നുകൊണ്ട് തന്നെ അവർ വന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിന്ന് ഉച്ചക്കുള്ള കറിയുടെ കാര്യങ്ങളിലേക്ക് ആദ്യം തന്നെ കടന്നേക്കണേ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 1-2 കറികളാണ് ഞാൻ വെക്കാൻ പോണത്. അതിൽ ഒന്ന് നമ്മുടെ ഏത്തപ്പഴം കാളനാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയെല്ലാം ചിരണ്ടി എടുത്തുകൊണ്ട് വന്ന് തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണേ.
അപ്പോൾ ഇതിനിടയിൽ റൂബിയുടെ കൂർക്കമ്പലി നിങ്ങൾ കേൾക്കുന്നുണ്ടാകും, ഇവിടെ അരികിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപാടികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ റൂബി അവിടെ പൂച്ചനെ കണ്ട് ഓടുന്ന കണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നതാണ്. പൂച്ച വന്നു, പിന്നെ പൂച്ച വന്നേക്കണോ, അവൻ വന്നേക്കണോ? ഓ കൊച്ചിനെ അരിശം കയറിയിട്ട് പാടില്ല, പൂച്ച വന്ന പിന്നെപ്പാ. അപ്പോൾ നല്ല രസമായിരുന്നു ആ ഓട്ടം കാണാനായിട്ട്. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഓട്ടത്തിൻ്റെ ഭംഗി കണ്ട് ഞാൻ ഫോൺ എടുത്ത് ചെന്നപ്പോഴത്തേക്കും അവളത് നിർത്തിയേട്ടാ. അവൾക്ക് ഈ ക്യാമറയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര നാണമാണ്, അപ്പോൾ തന്നെ നിർത്തിക്കളയും. അതാണിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ അതും കഴിഞ്ഞ് കയറി വന്നിട്ട് ഏത്തപ്പഴവും പച്ചമുളകും ഇത്തിരി ശർക്കരയും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വേവിക്കാൻ ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു സോസ് പാനാണ്, പക്ഷേ എങ്കിലും നമുക്ക് നല്ല വലിപ്പം കൂടിയത് 1.5 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ 1.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അളന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സോസ് പാൻ ഇപ്പോൾ അവർക്ക് സ്റ്റോക്കില്ല. അവർ അതിന് പകരം വേറെ പല രീതിയിലുള്ള മോഡലുകൾ സോസ് പാനുകളാണ് ഇപ്പോൾ ഇൻഡസ് വാലിയുടെ ഇപ്പോൾ സൈറ്റിൽ കയറി നോക്കിയിട്ട് ഉള്ളത്. ഇതൊക്കെ അവരുടെ ആദ്യകാലത്തെ പ്രൊഡക്ട്സ് ആയിരുന്നു. ഏതായാലും ആദ്യകാലം മുതലുള്ള പ്രൊഡക്ട്സുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1.5 ലിറ്റർ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇത് ഇട്ടിട്ട് അവിടെ മൂടി വെച്ചിട്ട് പോയിട്ടാ. പിന്നെ ഈ സോസ് പാൻ്റെ ലിഡുമേൽ ഒരു പിങ്ക് കളറിൽ ഒരു റിങ് പോലെ കാണൂലേ, അത് ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് നല്ലതായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ അങ്ങോട്ട് മാറും. അപ്പോൾ അതൊരു ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ഇത്തിരി ബീൻസും, അത് നമ്മുടെ നൂഡിൽസിനകത്തൊക്കെ ഇടാൻ വേണ്ടി മേടിച്ചതായിരുന്നു ക്യാരറ്റും ബീൻസൊക്കെ. അപ്പോൾ അതിനകത്തു നിന്നൊരു ക്യാരറ്റ് മാത്രം എടുത്ത് ബീൻസ് മൊത്തത്തിലും എടുത്ത്, കാരണം ബീൻസ് വീണ്ടും ഇരുന്ന് ഉണങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവരുടെ നൂഡിൽസിലൊക്കെ കുറച്ച് ഇട്ടതാണ്, 2-3 തവണയൊക്കെ ഞാൻ ഇട്ടതായിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കൂടിയിട്ട് ചേർക്കുന്ന കാര്യം കാണാനൊരു ഭംഗിയുണ്ടാവും. പിന്നെ ബീൻസ് ഇത്തിരി കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ക്യാരറ്റ് കൂടി ചേർത്തത്. അങ്ങനെ അതുമൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത്. അപ്പോൾ ഇത് ഞാൻ കഴുകാതെ തന്നെയാണ് അരിയണത്. അപ്പോൾ മിക്കവരും കഴുകിയിട്ടൊക്കെ അരിയാൻ എൻ്റെ അടുത്ത് പറയും, പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര മടിയാണ് കഴുകിയിട്ട് അരിയാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് കുറച്ച് തവണ നമ്മൾ കഴുകിയതിന് ശേഷമാണ് ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇത്തിരി നേരം വെക്കണത് കേട്ടോ. എന്നിട്ട് പിന്നെ 1-2 തവണ അങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരച്ച് വെച്ചേക്കണത് അതിനകത്തേക്ക് ഇട്ടിട്ട് ആ പച്ച അരപ്പ് ഒന്ന് പച്ച മാറി കഴിയുമ്പോഴത്തേക്കും ഇത്തിരി തൈരടിച്ചിട്ട് ഒന്ന് കട്ട ഉടച്ചിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ താളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. മധുരം പോരെന്നുണ്ടെങ്കിൽ ഇത്തിരി ശർക്കര അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്കപ്പോൾ ഇത്തിരി മധുരമുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ തൈര് അങ്ങോട്ട് കട്ട ഉടച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയപ്പോഴത്തേക്കും കുട്ടികൾ 2 എഴുന്നേറ്റ് വന്ന് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു, മമ്മി ഇന്ന് ആ കൊറിയൻ നൂഡിൽസ് മേടിച്ച് വെച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൊറിയൻ നൂഡിൽസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്പൈസിയാണെന്ന് നമുക്കറിയാം. എങ്കിലും ഇവനെ അത് ഇപ്പോൾ കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിടാ വൈകുന്നേരം എന്തെങ്കിലും കൊറിയൻ നൂഡിൽസ് കഴിക്കണമായിരിക്കുള്ളൂ നല്ലത്. കാലത്ത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കി തരാം. ഇല്ല കൊറിയൻ നൂഡിൽസ് തന്നെ വേണം. അന്നേ ഓക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പാത്രം നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോഴേക്കുമാണ് ഇവൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞത്. വേഗം തന്നെ ആ പാത്രത്തിൽ തന്നെ വെള്ളമോടെ തിളപ്പിക്കാനായിട്ട് വെച്ച്. ആ സമയത്ത് ഞാൻ ഏത്തപ്പഴം കാളന് വറുത്തിടാനുള്ള കടുകും ഉലുവയൊക്കെ വറുത്ത് ചെറിയ ഉള്ളിയും വറ്റൻമുളകും വേപ്പിലയൊക്കെ ചേർത്തിട്ട് അത് മൊരിയിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നൂഡിൽസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഒരു ടേസ്റ്റ് മേക്കറും ഒരു സീസണിങ് ഓയിലുമാണ് ഉള്ളത്. അപ്പോൾ അത് 2 ടേസ്റ്റ് മേക്കറൊക്കെ റിച്ചാർഡ് തന്നെയാണ് എനിക്ക് പൊട്ടിച്ച് തന്നത്. അപ്പോൾ വേഗം അതൊക്കെ ഇട്ട് സീസണിങ് ഓയിൽ ഇട്ടതാ ഇത് രക്ത കളറായി ശരിക്കും. അത് കണ്ട് ഞാൻ പേടിച്ചു പോയി. ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഇടേണ്ടിയില്ലായിരുന്നെന്ന് പെട്ടെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം ഈ സംഭവം ഈ ടേസ്റ്റ് മേക്കർ മാത്രമാണെന്നുണ്ടെങ്കിൽ സാധാരണ നൂഡിൽസ് കഴിക്കുന്ന പോലെയാണ്. ഇതാണ് ഇതിനെ സ്പൈസി ആക്കുന്ന ഒരു സംഭവം, ഈ ഓയിൽ. ഇതെന്തോ മുളക് വെള്ളം കലക്കിയിട്ടുള്ള ഒരു ഓയിൽ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കളർ അങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് പേടിയായിട്ടാണ്. അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ കാളൻ്റെ അകത്തേക്കുള്ളത് വറുത്തൊക്കെ ഇട്ടിട്ടാണ്
അതിട്ട് പിന്നെ നൂഡിൽസായി. ആ സമയത്ത് നൂഡിൽസും ഞാൻ കുട്ടികൾക്ക് ഒന്ന് വിളമ്പി എടുത്ത് 2 പാത്രത്തിൽ. പക്ഷേ ഞാനൊരു ഇത്തിരി എടുത്ത് വായിലേക്ക് ഇങ്ങോട്ട് വെച്ചതാ. വെറുതെ കത്തി പൊള്ളണ പോലത്തെ എരിവാണ്. ഇതെങ്ങനെ കഴിക്കുമെന്നുള്ളൊരു ചിന്തയിപ്പോൾ എനിക്ക്. ചേട്ടൻ്റെ എന്തെന്നാണ് കൊറിയൻ നൂഡിൽസ് സ്പൈസി അല്ലേ? വെറുതെ പൊള്ളി വെന്തുകൊണ്ടിരിക്കണേ. ഇവർ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിച്ചതാണ്. പക്ഷെ അതിന് പോലും ടെസ്റ്റ് അടിക്കാൻ പോലും പറ്റൂല. ചപ്പാത്തി മുളക് പൊടി ഞാനത് ഒരു ഇത്തിരി വായിലേക്ക് പത്തിയൊന്ന് വെച്ചപ്പോ തന്നെ എനിക്ക് വിവരം മനസ്സിലായി. അതല്ലേ പറഞ്ഞത്, ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയും. 2 പാക്കറ്റ് കിട്ടിയേ. അന്ന് പിന്നെ എന്തിനാണ് പിന്നെ അത് മേടിച്ചത്? ഈ നൂഡിൽസ് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ല. നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇടാറില്ല. അത് പിന്നെ വേറെ നൂഡിൽസ് മേടിച്ചാ പോരെ? ഇത് കാശ് കൊടുത്ത് മേടിച്ചിട്ട് കളയണ എന്തിനാ? റോജർ പതുക്കെ. റോജറിന്റെ കൂടി എക്സ്പ്രഷനാണ് എനിക്ക് കാണേണ്ടത്. ഹരികൃഷ്ണൻസിന്റെ മോഹൻലാലിന്റെ അവസ്ഥയാണ്, മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അവസ്ഥ. ഫസ്റ്റ് മിഠായി ബിസ്ക്കറ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങി റോജർ. നിനക്ക് വെള്ളം കൊണ്ടുവന്നേരം ഏതായാലും കഴിക്കട്ടെ ചേട്ടേ, വെറുതെ പണി മേടിക്കണ്ട. സ്മൂത്തി തന്നെ തരണ്ടായി കഴിച്ചോ നീയൊക്കെ? മാറ്റി അതൊക്കെ സ്മൂത്തി എടുക്കട്ടെ എന്ന് ചോദിച്ചാണ്. ഏയ് അത് ശരിയാണ്, ഇവനെ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏട്ടാ കഴിക്കടാന്ന് പറഞ്ഞത് നീ അത് കഴിച്ചോ? നിനക്ക് സ്മൂത്തി ഞാൻ തന്നെ ഉണ്ടാക്കും. ഇതൊക്കെ ചില വീഡിയോകളിലെ ചലഞ്ച് എടുക്കണതാണ്. ഇത് കഴിച്ച് തീർക്കാൻ എന്റെ ദൈവമേ, വെള്ളം തരൂല. ഐസ് ക്യൂബ് ഇട്ട് ഐസ് ക്യൂബ് മാത്രം അതിലോട്ട് ഇട്ടാ മതി. എടാ നിനക്ക് വേറെ തൊഴിലില്ല, അത് എടുത്ത് കളാ. കണ്ണീർ തുടച്ചിട്ട് പറ. അടിച്ചു അറിഞ്ഞില്ല. അതാണ് റിച്ചന്റെ അവസ്ഥ. അപ്പൊ റോജറാണെങ്കിൽ ഏത്തപ്പഴം തിന്നിട്ടുണ്ട്. ഇനി സ്മൂത്തി അടിച്ചു തരാം ഞാൻ. റിച്ചാനെ ഞാൻ സ്മൂത്തി എടുക്കാം. റിച്ചാട് വിട്ട് കളഞ്ഞത്. കഴിക്കല്ലേ നിർത്ത്. കഴിച്ചു തുടങ്ങുമ്പോൾ വായ മരവിക്കുവേ, മനസ്സിലായി? ഈ എരിവ് കയറി വായ കൊണ്ട് മരവിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഈ വേദന സഹിക്കാൻ പറ്റാതെ ഇരുന്ന് പിന്നെ അതിങ്ങോട്ട് കുടിക്കഴിയാൻ നേരത്ത് മരവിക്കണല്ലേ, പിന്നെ അറിയണില്ല. അതാ സംഭവം. റിച്ചാർഡത് ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പ്രൈറ്റ് ഒഴിച്ച് കൊടുക്കണേ. സ്പ്രൈറ്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഐസിൻ്റെ ഒരു പീസ് പോലും ഇല്ല. അതിൻ്റെ പഴകിയ ഐസായിപ്പോയി. കുടിക്ക്. അത് തന്നെ മരവിച്ചിരിക്കണേണ്. കുടി. അത് മൊത്തം കഴിച്ച് റിച്ചാർഡ് 2 പാക്കറ്റ് റോജറിനെ കൂടി. റോജർ നോക്കിയിരിക്കണ്. കഴിപ്പിച്ച് ഇത് കഴിക്കുമ്പോൾ ഐസ്ക്രീം ആൾക്കാരെടുത്ത് വെക്കണത് സാധാരണ. നല്ല ആവശ്യമുണ്ടോ സ്വന്തം ശരീരത്തിലേക്ക് അടിച്ച് കയറ്റാൻ ഈ സാധനം? എടാ പണ്ട് സാലു കിച്ചണിൽ ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. സാലു കിച്ചണിൽ മക്കൾ ചെയ്തിട്ട് സാലു അത് എടുത്ത് കഴിച്ചിട്ട്, സമീറ അതെടുത്ത് കഴിച്ചിട്ട് കിടപ്പായിപ്പോയി അവസാനം അവർ. ഇനിയിപ്പോൾ ഞാനേതായാലും വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തോണ്ട് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഇരുന്നോളാം.
അപ്പോൾ കൊറിയൻ നൂഡിൽസ് കഴിച്ച അവസ്ഥ കണ്ടല്ല. ഇത് ഞാൻ ഇപ്പോൾ അതിൽ പറഞ്ഞില്ലേ, സാലു കിച്ചണിൽ ഞാൻ കണ്ട്, അത് കുറേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് സാലു വന്നിട്ട് വേഗം വേഗം കുറച്ചങ്ങോട്ട് കഴിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ചുണ്ടൊക്കെ വീർത്ത് ചുണ്ടത്ത് ഐസൊക്കെ വെച്ച് ആകെ ബുദ്ധിമുട്ടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ചിലവർക്ക് കൂടുതൽ സ്പൈസ് അങ്ങനെ പറ്റില്ലല്ലോ, അതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ സംഭവമില്ലേ, എന്തിനാണ് അവനത് കഴിച്ചതെന്ന് എനിക്കറിയാം. അതെടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ആ ഫാനിൻ്റെ മുമ്പിൽ ഇങ്ങനെ വായും തുറന്ന് കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ചുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ ഇരിക്കണേണ്, ചുവന്ന് തുടുത്തിരിക്കണേണ്. അങ്ങനെ ആയിപ്പോൾ ഈ മുഖമൊക്കെ അങ്ങോട്ട് പിങ്ക് കളറായിക്കണേണ് റിച്ചാർഡിൻ്റെ. അത്രയും എരിവാണതിന്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം വേഗം ചെയ്തു. അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. റിച്ചാർഡിൻ്റെ ഷർട്ടുകൾ ഒന്ന് തേച്ച് വെക്കാനുണ്ട്. കാരണം റിച്ചാർഡ് അങ്ങനെ തേച്ച് ഉപയോഗിക്കുന്ന ഒരാളല്ല. റിച്ചാർഡിന് തേക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ആൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ടീഷർട്ട് ഇടും, അത് വല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഷർട്ട് മേടിക്കും. അതൊക്കെയാണ് പുള്ളി ചെയ്യണത്. എങ്കിലും പുള്ളി തേക്കൂല. അപ്പോൾ റോജറാണ് ഇവിടെ കറക്റ്റായിട്ടെല്ലാം തേച്ച് വെക്കുന്ന ആൾ. തേച്ച് ഉപയോഗിക്കുന്നത് വൃത്തിയായിട്ട് നടക്കുന്നതൊക്കെ റോജറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിച്ചാർഡ് അല്ലെന്നുണ്ടെങ്കിൽ പുതിയത് പോയി മേടിക്കും. അതിലും നല്ലത് ഇവിടെയുള്ള ഡ്രസ്സുകളൊക്കെ അങ്ങോട്ട് തേച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ വന്നാൽ എല്ലാവരും, പിന്നെ റൂബി എൻ്റെ പിന്നാലെ വരും, പപ്പ വരും, അങ്ങനെ എല്ലാവരും മുകളിലുണ്ട് കേട്ടോ. ഞാനുള്ള സ്ഥലത്താണ് എല്ലാവരും കൂടി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് സെറ്റിലായിട്ടുണ്ട് മുകളിൽ. റൂബീനെ പൊക്കിക്കൊണ്ട് വന്ന്. അപ്പോൾ ഇനി എനിക്ക് താഴെ വേറെ ജോലികളില്ലല്ലോ, കിച്ചണിൽ വേറെ ജോലിയൊന്നുമില്ല. ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ പോയാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ പരിപാടി എന്ന് ഓർത്ത് അതൊന്ന് കുറച്ച് നേരം ഞാനൊന്ന് കളിച്ച് നോക്കിയാണ്ട്. അപ്പോൾ എനിക്കത് കളിക്കണമെന്നുണ്ട്. പക്ഷേ എങ്കിലും അത് കളിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേപ്പ് പണി അവിടെ പോകും. ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റൂല. ഇത് കുറച്ചധികം ദിവസമായിട്ട് ചിന്തിച്ചൊരു കാര്യമാണ് തേച്ച് വെക്കണം എന്നുള്ള. എനിക്കും ഭയങ്കര മടിയാണ്. പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ 10, 20, 25 ഷർട്ടുകളൊക്കെ തേച്ചിട്ട് റോജർ സെയിൻറ്റ് ആൽബർട്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ ഡെയിലി മാറാനായിട്ടുള്ള ഷർട്ടുകൾ തേച്ച് ഉള്ളിൽ പേപ്പറൊക്കെ വെച്ച് ചുളുങ്ങാതെയൊക്കെ വെക്കണത് നിങ്ങൾ കുറേയധികം പേര് കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ തേച്ചേക്കണത്. ഈ കൊറോണ കാലമൊക്കെ ആയതിനു ശേഷം കോളേജൊക്കെ പിന്നെ പോകേണ്ട ആവശ്യമില്ല, ഉടുപ്പ് തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനങ്ങോട്ട് തേച്ചിട്ടേ ഇല്ല. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ തേച്ചത്. അപ്പോൾ അങ്ങനെ തേപ്പ് വേഗം ഞാൻ ചെയ്ത്. കാരണം കളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് മുടങ്ങിയാൽ പിന്നെ ഇനി നാളെ ചിലപ്പോൾ വേറെ ജോലികളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വേഗം തേച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തേപ്പ് ഈ അയണിങ് ടേബിളിൻ്റെ മീതയിൽ ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഒരു പുതപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മീതയിൽ ഒരു കവറൊക്കെ ഇട്ട് വെച്ചേക്കണത്. അത് വളരെ എളുപ്പമാണ് കേട്ടോ. തേക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങാണ് നമ്മുടെ ഡ്രസ്സിന് കിട്ടണത് കട്ടിയായിട്ടുള്ള ഇതിൽ തേക്കുമ്പോൾ. പിന്നെ ഇതുപോലെ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടിരിക്കണ ആ ഒരു എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഷോൾഡർ ഭാഗമൊക്കെ ഈസി ആയിട്ട് ഇപ്പം ഞാൻ കാണിച്ചില്ലേ അതുപോലെ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സാരി ബ്ലൗസൊക്കെ തേക്കുമ്പോൾ ആ കൈയെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് ആ ഷോൾഡർ ഭാഗമൊക്കെ തേച്ചെടുക്കുക. അതുപോലെ എല്ലാത്തിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ ഷോൾഡർ ഭാഗം ആ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് ക്ലീനായിട്ട് തേച്ചെടുക്കുക. അതിപ്പോൾ ഞാൻ തേച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ ഷർട്ടുകൾ ഒരു 7 ഷർട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഫുൾ സ്ലീവാണ്. അത് 3 ഒന്നിച്ച് വെച്ച്, പിന്നെ 4 ഹാഫ് സ്ലീവാണ്. ഇപ്പോൾ പുള്ളിക്ക് ഹാഫ് സ്ലീവ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഫുൾ സ്ലീവ് ആകുമ്പോൾ മടക്കിയൊക്കെ ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു മടിയാണെന്ന് എനിക്ക് തോന്നി. ഫുൾ സ്ലീവ് ഇടുമ്പോഴാണ് അവനെ കാണാനായിട്ട് ഭംഗിയായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്. പക്ഷേ അവന് ഹാഫ് സ്ലീവ് ഈസി ആയിട്ട് ഇടാം, ടീഷർട്ട് ഇടുന്ന പോലെ ഇടാം. പക്ഷേ തേക്കാനായിട്ടൊന്നും കഴിയില്ല. അങ്ങനെ അതെല്ലാം തേച്ച് മുകളിൽ തന്നെ അവിടെ ഒരു ഓർഗനൈസർ ഉണ്ട്. അത് റോജറിൻ്റെ റൂമിൽ. ഇപ്പോൾ റോജർ അത് അലമാരിയിലാണ് വെച്ചേക്കണത്. റോജറിന് വേണ്ടല്ലോ. റോജറിൻ്റെ ഡ്രസ്സ് മൊത്തത്തിൽ ബാംഗ്ലൂർ കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒഴിഞ്ഞിരിക്കണോണ്ട് അവിടേക്ക് എടുത്ത് വെച്ച്. പിന്നെ ഞാൻ താഴെ വന്നിട്ട് ഒരുപാട് തുണികൾ, ഇന്നിപ്പോൾ വെയിലുള്ള ദിവസം ഇതുകൊണ്ട് തന്നെ മുകളിലും താഴെയൊക്കെ കിടന്ന തുണികളെല്ലാം ഉണങ്ങി കിട്ടി. അതെല്ലാം ഒന്ന് മടക്കി ഒക്കെ വെക്കണേണ്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനുള്ള നേരമായി വരണേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ കറികളൊക്കെ എനിക്കിഷ്ടമുള്ള കറികളാണ് കേട്ടോ. ഇത് മറ്റുള്ളവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമുള്ള സംഭവമാണ് ഈ കുറുക്ക് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇത് കാലത്തെ പയറും ഒരിത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ അതുമൊക്കെ ഇട്ട് എല്ലാം എടുത്ത് വെച്ച്, മീൻ വറുത്തതും
അപ്പോൾ ഇത് നമ്മളിങ്ങനെ താളിച്ചിട്ട് അപ്പം തന്നെ മൂടി വെക്കും. പിന്നെ എടുക്കുന്ന സമയത്താണല്ലോ ഇളക്കണത്. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് ഇളക്കി അതൊക്കെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പപ്പടം പുറത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ ബിരിയാണിയൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പോൾ പിള്ളേർക്ക് ബിരിയാണിയുടെ ഒപ്പം പപ്പടം ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ ചേർത്തിട്ട് കഴിക്കാം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മറ്റുള്ളവരാരും ഹാപ്പി അല്ലായിരുന്നു. പിന്നെ മീൻ വറുത്ത ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഇവർ രണ്ടാളും ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടാളും കൂടി മുടി വെട്ടാനും ഒക്കെ ആയിട്ട് പോകാൻ നിൽക്കണേന്. അപ്പോൾ റിച്ചാൻ ഇത്തിരി മടിയുണ്ട് മുടിയൊക്കെ പോയി വെട്ടിക്കാനൊക്കെ. അപ്പോൾ റോജർ പറഞ്ഞ് ഞാൻ ഏതായാലും മുടി വെട്ടാൻ പോണേന് നിന്നെ കൊണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞങ്ങനെ രണ്ടാളും കൂടി ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണേന്. അപ്പം നിങ്ങൾ പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുടിയും താടിയൊന്നും ഉണ്ടാവില്ലല്ലേ റിച്ചാടെ? ഇപ്പോഴത്തെ താടിയൊന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ പോയി രണ്ടുപേരും മുടിയും താടിയും വെട്ടിച്ച് വരാൻ പോവാ. പിന്നിപ്പോ കൊച്ചു പോണ മിടിമുത്തിനും പോണ ആ കൊച്ചിന്റെ ബിസ്കസ് വെട്ടിട്ടെ കൊച്ചിന്റെ സെറ്റന്മാരുടെ ഒപ്പം. നമുക്ക് അകത്തേറെ ചേട്ടന്മാർ പോയിക്കോട്ടെ. അങ്ങനെ അവർ പോയി രണ്ടാളും കൂടിയിട്ട്. ആ നേരത്ത് ഏതായാലും ഈ കപ്പലണ്ടി മേടിച്ച് വെച്ചേക്കണം കുറച്ച് ദിവസമായല്ല, അതൊന്ന് വറുക്കാമെന്ന് വിചാരിച്ച് ഒരു സെറ്റ് കപ്പലണ്ടി ഞാൻ വറുത്ത് രണ്ടാമത്തെ സെറ്റാണ് ഈ വറുക്കണം. കാരണം 1 കിലോ ഒന്നിച്ചതിനകത്ത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ പകുതിയായിട്ട് അര കിലോ വെച്ചിട്ടാണ് വറുക്കണം. അപ്പോൾ ഇത് 1/2 കിലോ കപ്പലണ്ടി വറുത്തതാണിത്. അപ്പോൾ ഇതുപോലെ കൊട്ടടത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി വെള്ളമൊന്നും കെട്ടാതെ പരന്ന പാത്രത്തിലൊക്കെ ഇടുമ്പോൾ ആവി വെള്ളം വരും. അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയേക്കണ മുറമില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാത്തത്, ആ മുറത്തിലിട്ടിട്ടാണ് സാധാരണ വെക്കണം. അപ്പോൾ ഇങ്ങനെ ആവിയൊക്കെ പൊയ്ക്കോളും. അവൻ്റെ കയ്യിൽ അങ്ങനത്തെ മുറ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഈ കൊട്ടയുടെ അകത്ത് ഇതുപോലെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഈ കൊട്ടയൊക്കെ കേടാകണ പ്രശ്നമില്ല കേട്ടോ. ഞാനിത് 1.5 കൊല്ലം ഇപ്പം മേടിച്ചിട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് കഴുകി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു മുറം മേടിക്കണമെന്നുണ്ട്. അത് കഴുകി നമുക്ക് വലിയ മുറയില്ലേ, ചെറുതുണ്ട് എൻ്റെ കയ്യിൽ, വലുതൊരെണ്ണം മേടിക്കണമെന്നുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ എന്താ എന്നെ പറഞ്ഞത്, ആ സാധനം വെച്ച് ഇങ്ങനെ നെയ്തേക്കണത്. അപ്പോൾ റൂബി ചേട്ടന്മാരെ നോക്കിക്കിടക്കണതാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരത്തേക്ക്. അവരെ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കിടക്കും കേട്ടോ. അപ്പോൾ പല പൊസിഷനിൽ പല സ്ഥലങ്ങൾ മാറി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കണേണ്. അപ്പോൾ പപ്പ അവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരാനുള്ള ഏകദേശം നേരമായിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് അങ്ങോട്ട് തുറന്ന് കൊടുക്കാമല്ലോ വെച്ച് പപ്പ അവിടെ നിൽക്കണം. പക്ഷെ അവർ വന്നപ്പോഴത്തേക്കും ഇരുട്ടായി. എടാ മുടി വെട്ടിയിട്ട് ഇതെന്താ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, പക്ഷെ ലെങ്ത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് റോജറെ. എടാ നിൽക്ക്, ഞാൻ പറയാം, അതിനെക്കുറിച്ച് പറയാം. ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ റോജറെ? എവിടെ? അങ്ങോട്ട് തിരിയേ. അത് തന്നെ. മുടി വെട്ടിയിട്ട് അവർ വെറുതെ ഇങ്ങനെ ഒന്ന് അല്ലേ ബ്ലോ ഡ്രൈ ചെയ്തതാണ്. പക്ഷേ ഇത് ഇനിയിപ്പോൾ ഇത്ര മുടി ഉണ്ടാവുള്ളൂ. നേരത്തെ അല്ല വെട്ടണം, വെട്ടിയില്ലെങ്കിൽ റിച്ചാണ്ടത് എങ്ങനെയായി? അടിപൊളിയായിട്ട് വെട്ടുന്നുണ്ട്. താടിയൊക്കെ ഒതുക്കി ഗ്ലാമർ ആയിട്ടുണ്ട്. റോജന്റെ പല്ലിന്റെ എക്സ്റേ എടുത്തല്ലേ? റോജറിന്റെ വെടി തീർന്നിരിക്കുന്ന എവിടെ? ഈ പല്ലേണ്ട ഇത് ചരിഞ്ഞിരിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടടാ ഇത്. വെറുതെ അടിപൊളിയായിട്ട് അടിപൊളിയടാ റോജറ്. പറഞ്ഞേരട്ടാ, നിന്നോടല്ല റിച്ചാന്റെ ബുക്കിന്റെ കാര്യം. എന്താ കൊള്ളാട്ടാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. വാവ്, എന്താ ചന്തം ദൈവമേ, ഞാൻ കണ്ടു കൊതിക്കുക. അപ്പോൾ ഇവർ മുടി വെട്ടാൻ പോയിട്ട് അതുവഴി തന്നെ റിച്ചാർഡ് അവനെ പിടിത്തത്താലെ ഒരു എക്സ്റേ എടുപ്പിച്ച് കൊണ്ടുപോയിട്ട്, കാരണം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് സെറ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു എക്സ്റേ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അവർ ഓരോരോ പല്ലിൻ്റെ എക്സ്റേ അവിടെ എടുക്കണം. അപ്പോൾ ഇത് മൊത്തത്തിലൊരു എക്സ്റേ എടുത്തിട്ട് ബാക്കിയുള്ള എന്തോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനുണ്ട് അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്റേ എടുത്താണ്ട്. അപ്പോൾ ആ എക്സ്റേ എടുക്കണതിന് 700 രൂപ ഏതാണ്ട് വേണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഒരു പല്ലിൻ്റെ വെച്ചിട്ട്
ഫേസ് സെറ്റിൽ ഓരോ പല്ലിൻ്റെ ഇങ്ങനെ എടുക്കൂലേ, അതിന് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ എടുത്തത് 700 രൂപ. അപ്പോൾ അതും കൂടിയൊക്കെ എടുത്തിട്ട് ആ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഇവർ ലേറ്റ് ആകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പപ്പയും കൂടിയിട്ട് റിച്ചാൻ്റെ കുറച്ച് പഠിക്കാനുള്ള ബുക്സൊക്കെ എവിടെയൊക്കെയോ ഇരിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച്, അപ്പോൾ നമ്മൾ ആ ലാഡർ വെച്ചിട്ട് മുകളിലൊക്കെ കയറി അതൊക്കെ എടുത്ത് എൻ്റെ ബെഡിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ഇവർക്കൊരു സൂപ്പ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സൂപ്പൊക്കെ ഇട്ട് പിന്നെ ഡിന്നറെല്ലാം കഴിച്ച് പിന്നെ നമ്മൾക്ക് പുറത്തുള്ള ഡോഗ്സിന് ഇപ്പോൾ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവരെ കോർപ്പറേഷൻ കൊണ്ടുപോയെന്ന് തോന്നണം. അവരെ കുറേ അധികം ദിവസമായിട്ട് കാണാനില്ല. അപ്പോൾ നമ്മുടെ റൂബി വേഗം വന്ന് കിടക്കണേണ്ട, തണുത്തിട്ടാണ് അങ്ങനെ കിടക്കണത്. ഇനിയിപ്പോൾ പുതച്ചൊക്കെ കൊടുക്കും ഞങ്ങൾ. അപ്പോൾ സുഖമായിട്ട് അവൾ കിടന്നുറങ്ങും. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്